നമസ്കാരം. വറ്റും വെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പട മാഹാത്മ്യത്തിൽ മുട്ടയും പപ്പടവും കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തോരൻ എന്ന് പറയാം, വറവ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടെന്ന് പറയാം, അങ്ങനെ പലതും പറയും. ഇത് ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പം നമുക്ക് ഈ പപ്പടവും മുട്ടയും കൊണ്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എപ്പം പറയും പോലെ തന്നെ പപ്പടം നല്ലോണം ക്ലീൻ ചെയ്യുക. ഒരു കത്തി എടുത്തിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആ പൊടി പുറത്തേക്ക് വരും. എന്നിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുന്നതിന് കാരണം അധികം എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കൂടുതൽ എണ്ണ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പപ്പടം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി. ഇനി വേണ്ടുന്നത് 2 മുട്ട എടുത്തിട്ട് അതിനെ നല്ലോണം ബീറ്റ് ചെയ്ത് നമുക്ക് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വറവ് പോലെ ആക്കിയെടുക്കണം. ഈ മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനെ ഈ മുട്ട വറുത്തത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ മുട്ട വറുത്ത പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിന് ശേഷം അതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് 2 ഉണക്കമുളക് മുറിച്ചിട്ടിടുക. കുറച്ച് കരിവേപ്പില ഇടുക. ഇഞ്ചി നേരിയതായിട്ട് കട്ട് ചെയ്തിടുക. 1 ടീസ്പൂൺ മതി. ഇതൊന്ന് ചെറുങ്ങനെ നടക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇടുക. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1/4 ടീസ്പൂണ്. ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല, പപ്പടത്തിൽ ഉപ്പുണ്ടാവും. 1 ടീസ്പൂണ് ചുവന്ന മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ച മുട്ട ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. മുട്ട ചേർത്തതിന് ശേഷം പിന്നെ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ച പപ്പടം കൂടി ചേർക്കുക. പപ്പടം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മുട്ട പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട്. മുട്ട തോരൻ, മുട്ട വറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
സപ്പോർട്ട് ചെയ്യുക.